ജനങ്ങൾ താഴെയിറക്കാൻ കാത്തിരിക്കുന്നു എന്നൊരു അവസ്ഥ വന്നതോടുകൂടി ഇടതുമുന്നണിയുടെ ഭരണം അവർ തന്നെ അവസാനിപ്പിച്ച മട്ടാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിൻ്റെ യുവനേതാവിനെ പുലഭ്യം പറഞ്ഞ് അതുവഴി പച്ചപിടിക്കാമെന്ന് കരുതിയ CPM-ഉം പിണറായി വിജയനും എട്ടുനിലയിൽ പൊട്ടുന്നൊരു കാഴ്ചയാണ് അതിനുശേഷം നമ്മൾ കണ്ടത്. എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു മുന്നണിയും അവരുടെ ഭരണവും കരകയറാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെങ്കിലും അത് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനർത്ഥം ഇടതുമുന്നണി കേരളത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. മതന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് 2021 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ കൂടെ ഇന്ന് ഒരു കുഞ്ഞും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ പ്രതീക്ഷിക്കുന്നതും കാണുന്നതും UDF സർക്കാരിനെയാണ്. അവിടെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകുന്നത്. പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന ഒറ്റ നേതാവ് മാത്രമേ ശത്രുവായി ഉള്ളൂ എന്ന് പറയേണ്ടി വരും. മാങ്കൂട്ടത്തെ പൂട്ടിക്കെട്ടാനുള്ള ഒരു തെളിവും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഒരു പരാതിയെങ്കിലും അദ്ദേഹത്തിനെതിരെ നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും ഇത്രയും വലിയൊരു പരാജയം മുഖ്യമന്ത്രിക്ക് സംഭവിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ പരാജയമാണ് ഇവിടെ കാണിക്കുന്നത്. കേരളം എന്ന സംസ്ഥാനം പല നേതാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അതിൽ പിണറായിയേക്കാളും 100 ഇരട്ടി ജനസമ്മതിയുള്ള ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും കേരളം ഭരിച്ചതാണ് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത ഈ രാഷ്ട്രീയ സ്നേഹം അല്ലെങ്കിൽ ഒരു പാർട്ടി സ്നേഹം മാത്രമല്ല, സത്യത്തിൻ്റെ ഭാഗത്തിന് ആളുകൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിവിടെ പറയാൻ കാരണം ഇടതുപക്ഷം തന്നെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത് അധർമ്മമാണ്. എന്നാൽ ആ അധർമ്മത്തെ തോൽപ്പിച്ച് ധർമ്മം ജയിക്കണം, അതിനായി പിണറായി വിജയൻ തോൽക്കണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഏത് കേസ് വന്നാലും സംസ്ഥാനം നന്നാകണമെങ്കിൽ കേരളം UDF ഭരിക്കണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേരളത്തിലെ ചില സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കേരളത്തിൽ എത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് ഇപ്പോൾ തുറന്നു കാണിക്കുകയാണ് ചില സർവേകൾ വഴി. കേരളത്തിലെ തീരദേശവും അതുപോലെ കാർഷിക മേഖലയും എല്ലാം തകർന്നിരിക്കുകയാണ്. ഒന്നും അവർക്ക് വേണ്ടി പിണറായി വിജയൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അവിടെ പിണറായി വിജയൻ താഴെ പോകണം എന്നുള്ള വാർത്തകളാണ് അവർ നൽകുന്നത്. അതിനനുസരിച്ച് കേരളത്തിൻ്റെ ഒരു UDF സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടപ്പിലാക്കിയ സർവേകൾ മുഴുവനും കേരളത്തിൽ ഒരു UDF ഭരണം വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏകദേശം 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ അതിൽ പകുതിയിലേറെ, അതായത് 100 സീറ്റുകൾ വരെ ജയിച്ച് കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള സർവേകളാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ആര് ഭരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു സർവേ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് പറയാൻ കഴിയാത്തത് അതിൻ്റെ തീരുമാനം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീരുമാനത്തിലെത്താതെ നമ്മൾ പുറത്തുവിടുന്നത് വെറുതെയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ, കേരളം UDF തന്നെ ഭരിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.